ശ്രീ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മാർച്ച് 27-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണ് ഈ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ഒരു തുടർക്കഥ അല്ലെങ്കിൽ രണ്ടാം ഭാഗമായിട്ടാണ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുക. ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ സാങ്കേതിക മികവും ദൃശ്യഭംഗിയുമാണ്. ഒരു സ്റ്റുഡിയോ ചിത്രമൊന്നല്ല അത്. അതുകൊണ്ട് തന്നെ പുറത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു റിയലിസ്റ്റിക് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ചിത്രത്തിന്. പല നാടുകളിൽ പല രാജ്യങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു അനുഭവം, ദൃശ്യ അനുഭവം ഈ ചിത്രം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. മുരളി ഗോപിയുടെ തിരക്കഥയ്ക്ക് പാശ്ചാത്യ സംഗീതം നൽകിയിരിക്കുന്നത് ദീപക് ദേവാണ്. നെടുമ്പള്ളി സ്റ്റീഫൻ, അബ്രാം ഖുറേഷി എന്ന മോഹൻലാൽ കഥാപാത്രവും സയ്യിദ് മസൂദ് എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രവും തമ്മിൽ ആ രണ്ട് കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അവർ തമ്മിലുള്ള ബന്ധം അത് അനാവരണം ചെയ്യുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. ഇതിന്റെ സാങ്കേതിക മികവും ദൃശ്യഭംഗിയുമാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഫിലിം എന്നൊക്കെ പറയാം. കാരണം ഒരു സ്റ്റുഡിയോയുടെ ഉള്ളിൽ ഗ്രീൻ സ്ക്രീൻ ഇട്ട് എടുക്കുന്ന പോലെയല്ല, ഇത് പുറത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ അടിപൊളിയാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു എക്സലന്റ് വർക്ക് എന്ന് പറയാം. പിന്നെ അതോടൊപ്പം തന്നെ എഡിറ്റിംഗ് അതൊക്കെ ചെയ്തിരിക്കുന്ന നല്ല നല്ല ഒരു റിയലിസ്റ്റിക് ഫീല് ഈ ചിത്രം തരുന്നുണ്ട്. ഈ ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു പ്രീ ബുക്കിംഗില് ഒത്തിരി കോടികൾ നേടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല. ഞാൻ കേരളത്തിന് വെളിയിലാണ് ഈ ചിത്രം കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ഏകദേശം 16 പേരാണ് ഈ ചിത്രത്തിന് തിയേറ്ററിൽ അന്നേ ദിവസം ഞാൻ കണ്ട ആദ്യ ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു ഹൈപ്പ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിന് പുറത്ത് ഈ ചിത്രത്തിന് ലഭിച്ചോ എന്നുള്ളത്. ഒരു ഹോളിവുഡ് ചിത്രങ്ങളെ പോലെയൊക്കെ തന്നെ മലയാള സിനിമ അത്തരം ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഉയർന്നു എന്ന് കാണിക്കുന്ന ഒരു സാങ്കേതിക മികവ് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മലയാള സിനിമ ആ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് ഉയർന്നു എന്ന് കാണിക്കുന്ന ഒരു സാങ്കേതിക മികവ് ഈ ചിത്രത്തിൽ നല്ല കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ഹോളിവുഡ് സിനിമ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ പോയുള്ള ഒരു ഒന്ന് രണ്ട് കാര്യമാണ് ഇതിന്റെ ലെങ്ത്. ഒരു 3 മണിക്കൂറോളം സിനിമയുണ്ട്. അത് ഈ കഥാപാത്രങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളെ അവരുമായിട്ടുള്ള ബന്ധം അനാവരണം ചെയ്യുന്നത് വളരെ വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു ലാഗ് പോലെ തോന്നി. അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഏകദേശം 3 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിലും മോഹൻലാൽ അതിനകത്ത് ഏകദേശം 1 മണിക്കൂർ താഴേക്കേ ഉള്ളൂ. പിന്നെ കുറെ സിനിമാറ്റിക് ഷോട്ടുകൾ, വളരെ സ്ലോ സിനിമാറ്റിക് ഷോട്ട്സുകളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ മോഹൻലാലിന്റെ ആ നടത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്ന സാധനം വളരെ വളരെ കുറവാണ്. പിന്നെ ഉള്ള ഡയലോഗ് എന്ന് പറഞ്ഞാലും അത് വളരെ വളരെ അവശ്യ നിലയിൽ ഡയലോഗ് ഡെലിവറി പറയുന്ന കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. ഒരു പഞ്ച് ഡയലോഗ് എന്നൊക്കെ പറയുന്നത് ഒന്ന് അങ്ങനെ കൃത്യമായിട്ട് എടുത്തു പറയാവുന്ന ഒരു ഡയലോഗുകളൊന്നും ഈ സിനിമയിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ നമ്മുടെ സമകാലിക രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഈ ചിത്രം പറഞ്ഞു പോകുന്നുണ്ട്. കറുത്ത മാസ്ക് കണ്ട് തുള്ളൽപ്പനി പിടിച്ച ആളുടെ ഒരു കാര്യം വരെ ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത്തരം രാഷ്ട്രീയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചിത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കുറെ ക്രിസ്ത്യൻ വിരുദ്ധത പറയുന്ന, ഈ ക്രിസ്ത്യാനികൾ ഏറ്റവും വിശ്വാസത്തോടു കൂടി നോക്കിക്കാണുന്ന അവരുടെ കുരിശിനൊക്കെ അത് കത്തിക്കുക, അത് തകർന്നു വീഴുക, ദൈവപുത്രന് പകരം സൈറ്റാൻ എന്ന കോൺസെപ്റ്റ് അതിന്റെ ഒരു നിഗൂഢമായിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ചിത്രം. ദൈവത്തിന് പകരം സാത്താനെ ആരാധിക്കാം എന്ന് പറയാതെ തന്നെ ഈ ചിത്രം പറയുന്നുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ദൈവത്തെ റീപ്ലേസ് ചെയ്ത് സാത്താനെ വെക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഇതാണ് അത്തരം ഡയലോഗുകളിലൊക്കെ നമ്മൾ ഈ സിനിമ കണ്ടുപോകുമ്പോൾ അത്തരം ഡയലോഗുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് പകരം സാത്താനെ അഡോർ ചെയ്യാം എന്ന ഒരു നിഗൂഢമായ ഒരു കാര്യം ഈ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്.
അതുകൊണ്ടൊക്കെ തന്നെയാണ് കുറേ ക്രിസ്ത്യൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. കുരിശ് കത്തുക, അല്ലെങ്കിൽ കുരിശ് ഒടിഞ്ഞ് താഴെ വീഴുക, തല കീഴായി താഴെ വീഴുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിന് ഇങ്ങനെ ചിത്രം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സമീപ ഭാവിയിൽ അതിൻ്റെ വിപത്തുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ അടുത്തിടെ ഇറങ്ങിയ മാർക്കോ എന്ന് പറയുന്ന സിനിമ, അത് പിന്നീട് നമ്മൾ കണ്ടത് ഏകദേശം 1 മാസത്തിന് 2 മാസമൊക്കെ ശേഷം കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടത്. അപ്പൊ ഇതുപോലെ ദൈവവിശ്വാസം തകർന്നു കഴിയുമ്പോൾ അത് സാത്താന്റെ രാജ്യം അവിടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാത്താന്റെ പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിൽ വരും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അപ്പൊ ഈ സിനിമ പറയാതെ പറഞ്ഞു വെക്കുന്നത് അത്തരം ഒരു ചിന്തയാണ്. നിങ്ങളൊരു കുരിശ് കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിസ്ത്യൻ വിരുദ്ധത സിനിമ എന്ന ഒരു മാധ്യമത്തിലൂടെ നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ, അതൊക്കെ കണ്ടിട്ട് ക്രിസ്ത്യാനികളുടെ വിശ്വാസം നശിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ക്രിസ്ത്യൻ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ക്രിസ്ത്യാനികളുടെ വിശ്വാസം തകർക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എനിക്കല്ല, സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. തന്റെ തന്തയല്ല, എന്റെ തന്ത. മനസ്സിലായോ? താങ്ക് യു.